പാലാ നഗരസഭയിൽ ഇപ്പോൾ അരങ്ങേറുന്നത് അത്യന്തം നാടകീയമായ ചില രാഷ്ട്രീയ നീക്കങ്ങളാണ്. ഒരു ഫയലും വാച്ചും കാണാതായതിനെ ചൊല്ലി തുടങ്ങിയ തർക്കം ഇപ്പോൾ നഗരസഭയുടെ ഭരണ തുടർച്ചയെ തന്നെ ബാധിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പോരിലേക്ക് വഴിമാറിയിരിക്കുന്നു. UDF പിന്തുണയോടെ ഭരണത്തിലിരിക്കുന്ന സ്വതന്ത്ര കൂട്ടായ്മയും കോൺഗ്രസും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോൾ അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബിനു പുളിക്കകണ്ടത്തിന്റെ മകളും നഗരസഭാ ചെയർപേഴ്സണുമായ ദിയ ബിനു പുളിക്കകണ്ടം കോൺഗ്രസ് കൗൺസിൽ ബിജു മാത്യൂസിനെതിരെ പോലീസിൽ പരാതി നൽകിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട നിർണായക ഫയലും വാച്ചും ബിജു മാത്യൂസ് മോഷ്ടിച്ചു എന്നാണ് ചെയർപേഴ്സന്റെ ആരോപണം. എന്നാൽ പണ്ട് നഗരസഭയിൽ എയർപോർട്ട് മോഷണം പോയ കേസിൽ ആരോപണ വിധേയനായ വ്യക്തിയാണ് ബിനു പുളിക്കകണ്ടം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബിജു മാത്യൂസ് ഈ പരാതിയെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയായിരുന്നു. നഗരസഭയ്ക്കുള്ളിലെ ചെറിയ ഈഗോ പ്രശ്നങ്ങളെ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ വരെ എത്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന ചോദ്യം കോൺഗ്രസ് അണികൾക്കിടയിലുമുണ്ട്. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിൽ കൗൺസിൽ ബിനു പുളിക്കകണ്ടം നടത്തിയ പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് തങ്ങളിൽ വിശ്വാസമില്ല എങ്കിൽ ഒരു അവിശ്വാസ പ്രമേയത്തിന് പോലും കാത്തു നിൽക്കാതെ വെറും ഒരു ഒറ്റവരി കത്ത് തന്നാൽ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടാണുള്ളത്. ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ നെറുകെട്ട രാഷ്ട്രീയത്തിന് കനത്ത പ്രഹരമേൽക്കുന്നതും. നഗരസഭയിൽ UDF മുന്നണിയിൽ ചെറിയൊരു അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോഴേക്കും അധികാരം കൊതിച്ച് വായും പൊളിച്ചു നിന്ന ഇടതുപക്ഷത്തിന് പുളിക്കകണ്ടം കുടുംബം നൽകിയിരിക്കുന്നത് ശക്തമായ അടി തന്നെയാണ്. കാരണം തങ്ങൾ രാജിവെച്ചാലും ഇടതുപക്ഷത്തിന് ഒരു കാരണവശാലും പിന്തുണ നൽകില്ല എന്നാണ് അവർ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കി പുളിക്കകണ്ടം കുടുംബം നേടിയെടുത്തത് ചരിത്ര വിജയം തന്നെയായിരുന്നു. ആ ഇടതുപക്ഷത്തോട് ഇനിയൊരു വിട്ടുവീഴ്ചയില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. 3 സ്വതന്ത്ര കൗൺസിലർമാരും ചേർന്ന് ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് മാറുന്നതിനെ പറ്റിയുമാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസിലെ ഒരൊറ്റ കൗൺസിലർമായി മാത്രമാണ് തങ്ങൾക്ക് പ്രശ്നമെന്നും UDF നേതൃത്വവുമായി യാതൊരുവിധ ഭിന്നതയില്ല എന്നും ബിനു പുളിക്കകണ്ടം പറയുമ്പോൾ പന്ത് ഇപ്പോഴും പൂർണ്ണമായിട്ടും കോൺഗ്രസിൽ ഭദ്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വതന്ത്രയുടെ ഈ പരസ്യ നിലപാടിനോട് കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്നും മുന്നണിയിലെ അനാവശ്യ വിവാദങ്ങൾ അവസാനിപ്പിച്ച് ഭരണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുമാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും അധികാരം കൊതിച്ച ഇടതുപക്ഷത്തിന് പാലായിൽ തൽക്കാലം നിരാശ മാത്രമാണ് ഫലം.